സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ദീർഘമായൊരു പ്രസംഗം ഇപ്പോൾ നടത്തുന്നത് ഉചിതമല്ല. അഷ്റഫുൽ ഖൽഖ് ഒരു കേവല സാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗവും ഒരിക്കലും അവിടുന്ന് ഒരു സാധാരണ കേവല മനുഷ്യൻ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ ബഹുമാനങ്ങളും സ്ഥാനങ്ങളും നൽകി എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി സൃഷ്ടിച്ചിട്ടുള്ള ലോകത്ത് തുല്യതയില്ലാത്ത നേതാവാണ് എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും. ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞ കക്ഷികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാരെപ്പോലെയും അല്ല എന്ന് വിശ്വസിക്കുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇന്നി ലസ്തു മിഥിലക്കും, ഞാൻ നിശ്ചയം നിങ്ങളെപ്പോലെ അല്ല, തീർച്ചയായും ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. ഇങ്ങനെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. ആ ഹദീസ് സ്വീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അംഗീകരിക്കേണ്ടി വരും. ആ സ്ഥാനം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന കക്ഷികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചു കൊണ്ടുള്ള ഇത്തരം പരിപാടികളെ ഒന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് കൂടി അല്ലാഹു ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ്. റസൂലാണെന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വിവരം ലഭിക്കുന്ന പ്രവാചകരാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശബ്ദം കേൾക്കാൻ സാധാരണ മനുഷ്യന് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേൾവിയും കാഴ്ചയും ഒന്നും സാധാരണയല്ല എന്ന് എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ 2 ഖബറുണ്ട്, ആ 2 ഖബറിൽ 2 ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയുടെ ഉപരിയിൽ നിന്ന് പറയാണ്. അതെങ്ങനെ പറയുന്നു? സാധാരണക്കാർ കാണുന്നുണ്ടോ? അത് അറിയുന്നുണ്ടോ? അത് എന്നിട്ട് ആ ഖബറിലുള്ളവരുടെ ശിക്ഷ ഇളവ് ചെയ്യപ്പെടാൻ വേണ്ടി ഒരു പച്ചയായ മരത്തിൻ്റെ കഷ്ണം അതിൻ്റെ മേലെ ഊന്നി വെക്കുന്നു. കാരണം ആ മരത്തിൻ്റെ കഷ്ണത്തിൻ്റെ തസ്ബീഹ് കൊണ്ട് ഖബറിലുള്ളവർക്ക് ശിക്ഷ ഇളവ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. അക്കാരണത്താൽ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, വെറും മരത്തിൻ്റെ തസ്ബീഹ് കൊണ്ട് ഖബറിലുള്ളവർക്ക് ഫലം ലഭിക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഖബറിൻ്റെ സമീപത്ത് ഓതിയാൽ എത്രയെത്ര ഫലം കിട്ടുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ബേക്കിലാണ്, പക്ഷേ ഞാൻ നിങ്ങളെ കാണുന്നു. എനിക്ക് അറാക്കുമിൻ വറായി, മുന്നിൽ കാഴ്ചയുള്ളതുപോലെ പിന്നിലും കാഴ്ചയുണ്ട്. ലാ യഖ്ഫാ അലയ്യ സലാത്തുക്കും വലാ ഖുശൂഉക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല മനസ്സിൻ്റെ ഉള്ളിലെ ഭക്തി പോലും എനിക്ക് അവ്യക്തമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് കടന്നാൽ ബുഖാരിയിലും മുസ്ലിമും തന്നെയുള്ള എത്ര ഹദീസുകളുണ്ട്. മഹാന്മാരായ സ്വഹാബത്താണ് ഈ ഉമ്മത്തിൽ എന്നല്ല ലോകത്ത് മുഴുവനും കഴിഞ്ഞുപോയ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് നബി തങ്ങളെ സംബന്ധിച്ച് വിശ്വസിച്ചത് എങ്ങനെയാണ്? ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ കാണാം, കാദു യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദു എടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ഒറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് ഉന്തും തിരക്കും കൂട്ടുകയാണ്. എന്നിട്ടോ ഫയതമസ്സഹൂന ബിഹി, അത് ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. കിട്ടാത്തവർ യഖ്ദു മിൻ ബലലി അഖീഹി,
കിട്ടിയവരുടെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട വെള്ളത്തിന് വലിയ ബറക്കത്ത് സ്വഹാബത്ത് വിശ്വസിക്കുന്നു. അതുപോലെ നൂറുകണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ, സഹായം തേടിയാൽ സഹായം ലഭിക്കുമെന്ന് സ്വഹാബത്ത് വിശ്വസിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ബാപ്പ ഉഹദ് യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം തന്നെ ബാപ്പ പറഞ്ഞിരുന്നു, നാളെ ആദ്യം കൊല്ലപ്പെടുന്നത് എന്നെയായിരിക്കും. പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചതിന് ശേഷം അതിന് മുമ്പെയുള്ള വസിയ്യത്ത് ഞാൻ നടപ്പാക്കണം. അത് എന്നോട് വസിയ്യത്ത് ചെയ്ത വസിയ്യത്തുകളാണ്. ഒന്ന്, എൻ്റെ സഹോദരിമാരുണ്ട്, പെൺകുട്ടികൾ, അവരെ സംരക്ഷിക്കണം. വേറെ ഒന്ന്, അവിടുത്തെ കടം വീട്ടണം. ഞാൻ അങ്ങനെ കടം വീട്ടാൻ വേണ്ടി ഞാൻ ചിന്തിച്ചു, ഈത്തപ്പന തോട്ടമുണ്ട്, അതിലെ ഈത്തപ്പഴങ്ങൾ പറിച്ചെടുത്താൽ ഒരിക്കലും ബാപ്പയുടെ കടം വീട്ടാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞാൻ നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തഅൻതു എന്ന് പറഞ്ഞാലും ഇസ്തഗസ്തു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി, എനിക്ക് ഈ കടക്കാരെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം ലഭിക്കാനുള്ള ആളുകളോട് ആ കടത്തിൽ നിന്ന് കുറേ സംഖ്യ വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ സാധാരണ നിലക്കുള്ള സഹായം, റെക്കമെൻഡിലൂടെയുള്ള സഹായം നബി നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടിയ സഹാബിക്ക് സഹായം നൽകണ്ടേ? അത് അസാധാരണ വഴിയിലൂടെ ആകാം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളങ്ങ് മുന്നിൽ പോയിക്കോളൂ, നിങ്ങളവിടെ പോയി നിങ്ങൾ ഈത്തപ്പഴം പറിച്ച് അത് വേറെ വേറെ ഓരോ ഇനങ്ങളും വേർതിരിച്ച് വെക്കൂ, എന്നിട്ട് എന്നിലേക്ക് ആളെ പറഞ്ഞേക്കൂ, ഞാനങ്ങ് വരും, നിങ്ങൾ പോയിക്കോളൂ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. നേരെ വന്നു. ഈത്തപ്പഴത്തിൻ്റെ ഒരു റിപ്പോർട്ടിൽ ഈത്തപ്പന മരത്തിൻ്റെ ഇടക്ക് കൂടി നബി തങ്ങൾ നടന്നു എന്ന് കാണാം. ഏതായിരുന്നാലും ഈത്തപ്പഴം പറിച്ചു വെച്ച സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇരുന്നു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കിൽ, അളന്നു കൊടുത്തോളൂ, കൊടുക്കാനുള്ളവർക്ക് മുഴുവനും അളന്നു കൊടുത്തോളൂ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടം കിട്ടാനുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ഈത്തപ്പഴം അളന്നു കൊടുത്തു. അങ്ങനെ മുഴുവൻ ആളുകൾക്ക് ഫൗഫൈതുഹും, എല്ലാവർക്കും അവരെ കടം വീട്ടി ഞാൻ ഈത്തപ്പഴം അളന്നു കൊടുത്തു. ശേഷം ഞാൻ എൻ്റെ ഈത്തപ്പഴത്തിലേക്ക് നോക്കുമ്പോൾ കഅന്നഹു ലം യൻഖുസ് മിൻഹു ശൈഅ, ഒരൊറ്റ ഈത്തപ്പഴം ചുരുങ്ങിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഇത് അസാധാരണമായ സഹായമല്ലേ? ഈ അസാധാരണ മാർഗത്തിലൂടെ സഹായം ലഭിക്കുകയല്ലേ? അത് സഹാബത്ത് ചോദിക്കുകയല്ലേ? അങ്ങനെ ചോദിച്ചാൽ സഹായം കിട്ടുമെന്നവർ വിശ്വസിക്കുകയല്ലേ? അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ ബുഖാരിയിലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് അലിംതു, ഞാൻ ഉറപ്പിച്ചതാണ്, നബി തങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ, നബി തങ്ങൾ നിങ്ങൾ നടന്നോ, ഞാൻ അങ്ങ് വരാമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ തന്നെ എനിക്ക് ഉറപ്പാണ് ഇത് സംഭവിക്കുമെന്നത് എനിക്ക് ഉറപ്പാണ്. ലഖദ് അലിംന എന്നാണ് ബുഖാരിയിലെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാളും പറയാൻ, ഞങ്ങൾക്കത് ഉറപ്പാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെന്നാൽ അത് അസാധാരണ മാർഗത്തിലൂടെ സഹായിക്കും. വാസ്തവത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുസ്ലിമീങ്ങളെ അവിശ്വാസികളായി പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ അവരുടെ ഏറ്റവും വലിയ വിവരക്കേട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ വഴിയിലൂടെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് സഹായം തേടിയാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ് എന്ന വാദമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ സഹാബത്തിൽ ആരാണ് മുസ്ലിമീങ്ങളുള്ളത്? പരിശുദ്ധ ഖുർആൻ ആമിനു കമാ ആമനന്നാസ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെ പറയുമ്പോൾ മുനാഫിക്കുകൾക്ക് അതിന് സാധ്യമല്ലെന്നും അവരത് നിരാകരിക്കുമെന്നും അവർ പോയത്തക്കാര വിശ്വാസമാണെന്ന് പറയുമെന്നും സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ എല്ലാ വിധത്തിലും അസാധാരണക്കാരനായ
മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. എല്ലാ വിധത്തിലും അതുല്യനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നേരത്തെ മക്കയിലും മദീനയിലും ജീവിച്ചിരുന്ന കാലത്തും ഇന്ന് ഖബറിൽ ജീവിച്ചിരിക്കുന്ന കാലത്തും അവിടുത്തെ മഹത്വത്തിനൊരു കുറവും ഇല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ ദുനിയാവിലുള്ളതിനേക്കാൾ തങ്ങൾക്ക് ഖൈറാണ് ഈ ദുനിയാവിൽ നിന്ന് നീങ്ങിയാൽ എന്ന് ഖുർആൻ തന്നെയല്ലേ പറഞ്ഞത്. ഖുർആനിൽ ദഈഫ് ഉണ്ടാവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹുർമത്തുഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ എന്ന് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതുകൊണ്ടല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അതിലാർക്കും സംശയമില്ല. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ചൊല്ലിയ പദ്യത്തിന്റെ തുടക്കം തന്നെ തവാതറത്തിൽ അദില്ലതു വന്നുഖൂലു ഫമാ യുഹ്സിൽ മുസന്നിഫു മാ യഖൂലു ബിഅന്നൽ മുസ്തഫ ഹയ്യുൻ തരിയു ഹിലാലുൻ ലൈസ യത്റുഖുഹു ഉഫൂലു വഅന്നൽ ജിസ്മ മിൻ മിഖാഇൽ ഹദി കവർദിൻ ലാ യുദന്നിസുഹു ദുബൂലു. നബിതങ്ങൾ അവിടെ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ഹയാത്തോടെ ഇരിക്കുകയാണ്. അവിടുത്തെ ശരീരത്തിന് ഒരു കേടും സംഭവിക്കുകയില്ല. പക്ഷേ ഇത് പുത്തൻവാദികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം അവർക്ക് ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കളെ, അത് വളരെ വിശദമായി പണ്ഡിതന്മാർ മുഴുവനും പറയുന്നൊരു വിഷയമാണ്. വതഅതീഹിൽ മലായികു കുല്ല വഖതി തുഹയ്യിഹി വതസ്മഉ മാ യഖൂലു. എപ്പോഴും മലക്കുകൾ നബിതങ്ങളെ സമീപത്ത് വരുന്നു, നബിതങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. എല്ലാം നബിതങ്ങൾ കേൾക്കുന്നു, മലക്കുകളും കേൾക്കുന്നു. വതഅതീഹി ബിഅർസാഖിൻ ഹിസാനി വബിർദിൻ ഹൈസു യഅ്മുറു അൽ ജലീലു. നബിതങ്ങൾക്ക് വളരെ സന്തോഷകരമായ റിസ്ക് ലഭിക്കുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭൗതികമായ രൂപത്തിലല്ല. വസൗമുൻ സുമ്മ ഹജ്ജുൻ കുല്ല ആമി യജൂസു അലൈഹി ബൽ ലാ യസ്തഹീലു. വർഷത്തിൽ ഹജ്ജ് ചെയ്യലും നോമ്പെടുക്കലും അതൊന്നും നബിതങ്ങൾക്ക് അസംഭവ്യമല്ല. വയതുഹുറു ലിസ്സലാത്തി ബിമാഇ ഗൈബി വയഖ്ളിഹാ ബിദാ വറദദ്ദലീലു. അഭൗതികമായ വെള്ളം കൊണ്ട് ഒതുവെടുത്ത് അവിടുന്ന് ഖബറിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുന്നു. യുസല്ലി ഫിദ്ദരീഹി സലാത ഖംസി ദൗമൻ ലാ യമല്ലു വലാ യമീലു. 5 നേരത്തെ നിസ്കാരം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നു. അതേ മറർത്ത് ബി മൂസാ, മൂസാ നബിയുടെ സമീപത്ത് കൂടി ഞാൻ ചെന്നു. ഫൈദാ ഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി. മൂസാ നബി ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ. ആ അമ്പിയാക്കൾക്ക് ഖബറിൽ നിസ്കരിക്കാനുള്ള കഴിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അസാധാരണമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ നബിതങ്ങൾ കിടക്കുന്ന സ്ഥലം നബിതങ്ങൾ കിടക്കുന്ന സ്ഥലം സ്വർഗത്തോട്ടമാണ്. അവിടത്തേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥലവും ആകാശത്തിലും ഭൂമിയിലുമില്ല. വഅഫ്ളലു മിൻ സമാവാതിൻ വഅർളി വഅംലാകിൻ ബിഅഫ്ലാകിൻ തജൂലു. ആകാശത്തിലും ഭൂമിയിലും ഒരു സ്ഥലത്തും നബിതങ്ങളെ ശരീരം തൊട്ടുകിടക്കുന്ന സ്ഥലം പോലെ വേറെ ഒരു സ്ഥലം ഇല്ല. വമിൻ അർശിൻ വമിൻ ജന്നാതി അദ്നി വഫിർദൗസിൻ ബിഹാ ഖൈറുൻ ജസീലു. എല്ലാ അർശിനേക്കാളും സ്വർഗത്തെക്കാളും എല്ലാറ്റിനേക്കാളും മഹത്വമാണ്. وفي القبر الشريف تراه حيا إلى كل البقاع له وصول. അതൊരു സാധാരണ നേതാവല്ല, ഖബറിൽ ജീവനോടെ കിടക്കുകയാണ്. അവിടെ നിന്ന് ലോകം മുഴുക്കെ ബന്ധപ്പെടുകയാണ്.
സർവ സ്ഥലങ്ങളിലുമുള്ള ഉമ്മത്തിനെ സ്വീകരിക്കുകയാണ്. ഉമ്മത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയും ഏത് നാട്ടിൽ വെച്ച് ഏത് ചെറ്റപ്പുരയിൽ വെച്ച് ചൊല്ലിയാലും അവർക്കെല്ലാം സലാം മടക്കുകയാണ്. അങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ്, അതേ ഖബറിൽ അതേ കൃത്യമായി ജീവിച്ചിരിക്കുന്ന നേതാവ്, അവിടെ വെച്ച് എല്ലാ സ്ഥലങ്ങളിലും ബന്ധപ്പെടുന്ന നേതാവ്. വകുല്ലുൽ അംബിയാഇ കദാക ഹഖാ ബിഅജ്ദാതിൻ ലഹും ദില്ലുൻ ദലീലു. അംബിയാക്കളൊക്കെയും അതേപോലെ ഖബറിൽ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. വലം തുഅലം മഖാബിറുഹും ബിഅർദിൻ യഖീനൻ ഗൈറ മാ സകനർ റസൂലു. അംബിയാക്കളുടെ ഖബറുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മറ്റംബിയാക്കളുടെ അതുപോലെയല്ല, സംശയമില്ലാത്ത വിധം ഇന്ന സ്ഥലത്താണെന്ന് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ്. മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ ഫലസ്തീനിനെ സംബന്ധിച്ച് പറഞ്ഞു, ഫലസ്തീനിൽ പോയാൽ നമുക്ക് അതേ മദീനത്തുൽ ഖലീൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പട്ടണം. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഖബറും യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബറും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബറും അങ്ങനെയുള്ള മഹാന്മാരുടെ ഖബറുകൾ അവിടെ ഉണ്ടെന്നത് അത് ഉറച്ച കാര്യമാണ്. എന്നാൽ മറ്റ് അമ്പിയാക്കളുടെ ഖബറുകൾ ഉറപ്പിച്ചൊരു സ്ഥലത്ത് പറയാൻ വകുപ്പില്ലെന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. വലൗലാ അന്നഹു ഹയ്യുൻ ഹരിയു ബിഇദ്റാകിൻ കമാ നഖലൽ ഫുഹൂലു. നബിതങ്ങൾ അതാ കൃത്യമായി ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, വിഷയങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. നബിതങ്ങൾ അവിടെ ജീവിച്ചുകൊണ്ട് തന്നെ ഖബറിൽ ഉള്ളത് കൊണ്ടാണല്ലോ ലോക പണ്ഡിതന്മാർ മുഴുവനും നബിതങ്ങളോട് സലാം പറയാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങുന്നത്. വലകാനൽ ഹജീജു ഇലൈഹി യസ്ആ വയർജു അൻ യകൂന ലഹു ഖബൂലു. ഹാജിമാർ ഹജ്ജിന് മുമ്പോ ശേഷമോ അവർ ഹജ്ജ് സ്വീകരിച്ച് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നബിതങ്ങളെ സമീപിക്കാൻ പോകുന്നതും അതുകൊണ്ട് തന്നെയല്ലേ. അതുപോലെ വാഹനപ്പുറത്തും അല്ലാതെയുമായി ആളുകൾ നബിതങ്ങളെ സമീപത്ത് പോകുന്നതും അതുകൊണ്ട് തന്നെയല്ലേ. തമുദ്ദുരിഖാബഹാ ശൗഖൻ ഇലൈഹി വഅദ്മുഹാ കസൈലിൻ യസീലു. നബിതങ്ങളെ മുമ്പിൽ കണ്ണുനീര് വാർത്തുകൊണ്ട് ജനങ്ങൾ പോവുകയല്ലേ. വയൽഖാഹും ഇദാ വഫദു അലൈഹി വയൻദുറുഹും ഇദാ തഹമൽ ഫുഫൂലു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരെയും നബിതങ്ങൾ എതിരേൽക്കുകയാണ്, സ്വീകരിക്കുകയാണ്, അവിടെ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. വയസ്മഉഹും ഇദാ സല്ലൗ അലൈഹി ബിഉദ്നൈഹി ഫഖസ്സിർ യാ മലൂലു. ഓ മോനെ, നബിതങ്ങൾക്ക് സലാത്ത് പറയുമ്പോൾ അവിടുന്ന് അത് കേൾക്കുകയാണ്, അവിടുത്തെ കാത് കൊണ്ട് തന്നെ കേൾക്കുകയാണ്. ഫഖസ്സിർ യാ മലൂലു. ഇതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യ, നിർത്തിക്കോ നിന്റെ വാക്കുകൾ. വമല്ലം യഅ്തഖിദ് ഹാദാ ബിഖാഹ യഖീനൻ ഫഹുവ സിന്ദീഖുൻ ജഹൂലു. ഇത് വിശ്വസിക്കാത്തവൻ മതവിരോധിയാണ്, ഉറപ്പാണ്. നബിതങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്ഥാനമുണ്ട്. ഉബൈദുൻ ഹൈതമിയുൻ മുസ്തജീറു ബിമൻ ഹുത്തത് ബിസാഹതിഹിൽ ഹുമൂലു. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് എഴുതിയ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ നബിതങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, ഉബൈദുൻ ചെറിയ അടിമ, അങ്ങയുടെ ചെറിയ അടിമ, ഹൈതമിയുൻ ഹൈതംകാരനാണ്, മുസ്തജീറുൻ കാവൽ ചോദിക്കുന്ന ആളാണ്, ബിമൻ ഹുത്തത് ബിസാഹതിഹിൽ ഹുമൂലു. അവിടുത്തെ മുറ്റത്തിൽ എത്രയോ ആളുകൾ വന്ന് ഇറങ്ങിയിട്ട് അങ്ങയെ സന്ദർശിക്കാൻ വരുന്നത്, അങ്ങയോട് ഇതാ കാവൽ ചോദിക്കുന്ന ആളാണ് ചെറിയ അടിമയായ ഹൈതമിക്കാരനായ ഞാൻ. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, സുഹൃത്തുക്കളെ, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിങ്ങളും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും വഫാത്തിന് മുമ്പും അവിടത്തേക്ക് തുല്യനായ മറ്റൊരാളില്ലെന്നും
അവിടത്തേക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനം ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ലെന്നും വിശ്വസിക്കുകയും ആ നബിതങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നബിതങ്ങളുടെ കാലഘട്ടം മുതലേ അവിടുന്ന് ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതിന്നും ഇന്നലെയും 3-ാം നൂറ്റാണ്ടിന് ശേഷം തുടങ്ങിയതൊന്നുമല്ല. മറിച്ച് നബിതങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം ഖുർആൻ പഠിപ്പിച്ചതല്ലേ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പ്രത്യേക പരിപാടിയായി ഇന്റർനാഷണൽ മീലാദ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നടത്തുന്ന പ്രത്യേക പരിപാടി അത് പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്നാണ് വല്ല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ നബിതങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം 3 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയാണ്, അതിനുമുള്ളവർക്കൊക്കെ ദുഃഖമാണ് എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇബ്ലീസിന് മാത്രമാണ് നബിതങ്ങൾ ജനിച്ചതിൽ ദുഃഖമുണ്ടായത്. അവൻ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം അവൻ്റെ ജീവിതത്തിൽ അത്രത്തോളം വിഷമകരമായ ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല. ലിമീലാദിഹി ഖദ്റന്ന ഇബ്ലീസു റന്നതൻ ഫസുഖൻ ലഹു മാദാ യുഫീദു റനീനോ എന്ന് പണ്ഡിതന്മാരെ ചൊല്ലിയത് അതാണ്. എല്ലാ സഹാബത്തും സന്തോഷിച്ചവരാണ്. അള്ളാഹു ആ സന്തോഷം ജനങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകടിപ്പിച്ച റബ്ബാണ്. അങ്ങനെയാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായത്. അവിടെ നിന്നിങ്ങോട്ട് സന്തോഷം തന്നെയാണ്. എന്നാൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. എനിക്കൊരാൾ ഒരു ക്ലിപ്പ് അയച്ചു തന്നു. എൻ്റെ നാട്ടിൽ നബിദിന റാലി നടക്കുന്നു. റോഡ് ബ്ലോക്കാക്കിയിട്ടൊന്നുമല്ല കേട്ടോ. അതുപോലെ തന്നെ ആ റാലിയിൽ ശിർക്കിൻ്റെ പരിപാടിയൊന്നും കയറ്റിയിട്ടും അല്ല കേട്ടോ. ഇപ്പം ചില ആളുകൾ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ഹറാമ് നോക്കുന്നില്ല, അതുപോലെ തന്നെ കുഫർ നോക്കുന്നില്ല, ശിർക്ക് നോക്കുന്നില്ല, എന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നവരുണ്ട്. അതിനൊന്നും പണ്ഡിതന്മാർ ഉത്തരവാദികൾ അല്ല, അതിന് സുന്നത്ത് ജമാഅത്തും ഉത്തരവാദികൾ അല്ല. എങ്ങനെയാണ് നബിദിന റാലി നടത്തേണ്ടത്, എങ്ങനെയാണ് നബിദിന പരിപാടി നടത്തേണ്ടത്, അതൊക്കെ നമ്മളെ ഇമാമിങ്ങൾ നല്ലൊരു ഭംഗിയായി അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ ഇന്നേവരെയും പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു റാലി നടന്നു. ആ റാലിയുടെ ഫോട്ടോ വെച്ചിട്ട് എനിക്കൊരാളൊരു ക്ലിപ്പ്, ഒരു വോയിസ് അയച്ചു. ഒരാൾ പറയുന്നു, നല്ല ഉഷാറുണ്ട്, റാലിയൊക്കെ നല്ല ഉഷാറുണ്ട്, പക്ഷേ ഇങ്ങനെ റാലി നടത്തണം മദ്രസൻ്റെ കീഴിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, സഹാബത്തും നടത്തിയിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഞാൻ ചോദിച്ചാൽ അവരോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക. എന്താണ് ഇതിപ്പോൾ റാലിനെ പറ്റിയാണ് സംശയം. ഇത് മദ്രസൻ്റെ കീഴിൽ നടത്തിയ പരിപാടിയല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്രസ നടത്തിയിട്ടുണ്ടോ? ആദ്യം അത് നോക്കുക. നമ്മൾ നബിതങ്ങൾ ഏതെങ്കിലും ഒരു മദ്രസ നടത്തിയിട്ടുണ്ടോ? നബിതങ്ങളെ മദ്രസ എത്ര മണിക്കാണ് തുടങ്ങൽ? എപ്പോഴാണ് ബെല്ലടിക്കൽ? ആരാ ബെല്ലടിക്കൽ? ആരാണ് ഹാജരെടുക്കൽ? ഏതാ പട്ടിക? ഏതാ പരീക്ഷ? ഏതാ സർട്ടിഫിക്കറ്റ്? ഏതാ മുഅല്ലിമീങ്ങൾ? അങ്ങനെ ഒരു മദ്രസ നബിതങ്ങൾ നടത്തിയിട്ടുണ്ടോ? സഹാബത്ത് നടത്തിയിട്ടുണ്ടോ? എല്ലാ മുജാഹിദും എല്ലാ ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരും നടത്തുന്നുണ്ടല്ലോ മദ്രസ. അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ മദ്രസ നടത്തിയിട്ടുണ്ടോ? ഓ സുഹൃത്തുക്കളെ, എന്നാ പിന്നെ മദ്രസ പൊളിക്കണോന്നാ? അല്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. നബി തങ്ങൾക്ക് പണി തന്നതായിരുന്നില്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ പണി തന്നെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കലല്ലേ, ജനങ്ങളെ സംസ്കരിക്കലല്ലേ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നബി തങ്ങൾ കച്ചവടം പഠിപ്പിച്ചിട്ടുണ്ട്, ജോലി പഠിപ്പിച്ചിട്ടുണ്ട്, പലതിനും അവിടത്തേക്ക് മാതൃകയുണ്ട്, എല്ലാ സംഗതികളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും സംസ്കരിക്കുകയും എല്ലാ അറിവും ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്ത നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്രസ നടത്തിയിട്ടുണ്ടോ? സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു ഏത് മദ്രസയിലെ മുഅല്ലിമായിരുന്നു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഏത് മദ്രസന്റെ സദർ മുഅല്ലിമായിരുന്നു? ഇതിനൊക്കെ മറുപടി പറയണ്ടേ മറ്റുള്ളവർ? ഓ സുഹൃത്തുക്കളെ, പക്ഷേ നബിതങ്ങൾ ഇൽമു പഠിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ലല്ലോ. സഹാബത്ത് പഠിച്ചിട്ടുണ്ട്, സംശയമില്ലല്ലോ. ആ ഇൽമു പഠിപ്പിക്കുന്നതിന് കാലോചിതമായി കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയതാണ് മദ്രസ. അതുകൊണ്ട് തന്നെ മദ്രസ എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദീൻ ഇവിടെ നിലനിർത്താൻ. ഇതേപോലെ ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം സഹാവിയെ പോലെ, ഇമാം സുയൂത്തിയെ പോലെ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെ, ഇമാം അബൂ ശാമയെ പോലെ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പണ്ഡിതന്മാർ മുഴുവനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
മദ്ഹ് പറയൽ സഹാബത്തിന് അത് തന്നെയായിരുന്നു ജോലി. നബിതങ്ങളെ ഹദീസ് പറയൽ അത് തന്നെയായിരുന്നു സഹാബത്തിന് ജോലി. നബിതങ്ങളെ കുറിച്ച് പറയലും ഓർക്കലുമല്ലാതെ അവർക്ക് വേറെ വല്ല പരിപാടി ഉണ്ടായിരുന്നോ? സദാസമയവും അത് തന്നെയായിരുന്നു സഹാബത്തിന്റെ ജോലി. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ മൈശത്തിന് ആവശ്യമായ സമയം ചെലവഴിച്ച് ബാക്കി മുഴുവനും അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയ സഹാബത്ത്, ആ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം നബിതങ്ങളെ മഹത്വം ജനങ്ങൾ അറിയലാണ്, നബിതങ്ങളെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കലാണ്. ആ കാര്യത്തിലാണ് സഹാബത്ത് സമയം മുഴുവനും ചെലവഴിച്ചത്. അങ്ങനെ ചെലവഴിച്ച സഹാബത്തിന്റെ കാലം പോലെ ഇന്ന് നമുക്കാർക്കും അങ്ങനെ ചെലവഴിക്കാനുള്ള പരിപാടിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്ന സദസ്സ്, നബി തങ്ങളെ മദ്ഹ് പറയുന്ന സദസ്സ്, അവിടുന്ന് കൊണ്ടുവന്ന ദീനിന്റെ പ്രസക്തി പറയുന്ന സദസ്സ്, അത് ഇതുപോലെ സംഘടിപ്പിക്കുമ്പോൾ മാത്രമാണ് ലോകത്ത് നടന്നു വരുന്നത്. അതുകൊണ്ട് ഇത് നേരത്തെ സഹാബത്ത് ചെയ്തതിന്റെ ക്രമീകരണമാണ്. സഹാബത്ത് നബി തങ്ങളെ മദ്ഹ് ധാരാളം ചൊല്ലിയില്ലേ? എല്ലാ കാര്യത്തിനും പറഞ്ഞിട്ട് ചെയ്യണോ? നബിതങ്ങൾ സാല് സമ്മാനിച്ചു. അതെ, കഅബുബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് നബിതങ്ങൾ പറഞ്ഞിരുന്നു, കഅബേ നീ എൻ്റെ ഒരു മദ്ഹ് പാടിയ എന്ന് പറഞ്ഞിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ സാല് സമ്മാനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ മദ്ഹുകൾ പാടി. നബിതങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. നബികളുടെ സഹാബത്ത് ചെയ്ത കാര്യം തന്നെയല്ലേ അത്? അപ്പം എല്ലാം പറയണമെന്ന് ഒരു കൂട്ടർ തീരുമാനിച്ചിരിക്കും. എന്തൊരു വിവരക്കേടാണ്. ഞാനൊരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഓടോ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, നിങ്ങളാരും മിണ്ടിയില്ലല്ലോ. അതേ സമയത്ത് ഞാൻ വേറൊരാൾ പേര് പറയാം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനിച്ച് പറഞ്ഞതാ. എന്നാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞോ, എൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നോ? വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണമെന്ന് പറഞ്ഞിരുന്നോ? ഇനി അല്ല, വേണ്ട, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടായിരുന്നോ? ഉമർ ഇബ്നു ഖത്താബിന്റെ പേര് കേൾക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടായിരുന്നോ? ഹദീസിലുണ്ടോന്ന് എൻ്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വന്നോ, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി ഇങ്ങനെ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നോ? അപ്പൊ നബിതങ്ങൾ ചെയ്യാത്തതൊന്നും ചെയ്തുകൂടാ, അല്ലെങ്കിൽ നബിതങ്ങൾ ചെയ്തതായി റിപ്പോർട്ട് കിട്ടാത്തൊന്നും ചെയ്തുകൂടാ എന്നൊക്കെ ആര് പഠിപ്പിച്ച വിവരക്കേടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഒരാളെ ബഹുമാനിക്കലും ആദരിക്കലും അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട സംഗതിയാണ്. നമ്മളിപ്പോ ശൈഖുനാ ഉസ്താദ് കയറി വരുമ്പോ അല്ലാഹു അക്ബർ തക്ബീർ എല്ലാറുണ്ട്. ഉസ്താദ് പറഞ്ഞോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തക്ബീർ ചെല്ലണോ? അങ്ങനെയാണോ ഒരാളെ ബഹുമാനിക്കൽ? അതെ, നമ്മൾ റഈസുൽ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്നു. ആ റഈസുൽ പറഞ്ഞോ ഞാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റിക്കണോ? ഇങ്ങനെ പറഞ്ഞു ജയിപ്പിക്കലാണോ ബഹുമാനം? ബഹുമാനം എന്നത് അനുയായികൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട സംഗതിയല്ലേ ബഹുമാനം? ആ ബഹുമാനമാണ് ലോകം മുഴുക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഇസ്മായിൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി റൂഹുൽ ബാനിൽ പറഞ്ഞത്, വമിൻ തഅളീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുൽ മൗലിദി. നബി തങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് മൗലിദ് പരിപാടികൾ. ഇല്ലം യകും ഫീഹി മുൻകർ, അതിൽ നിഷിദ്ധമായ കാര്യമില്ലെങ്കിൽ. ഇമാമിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടാ പറഞ്ഞത്. കാരണം ഈ നബിദിന റാലിയിലൊക്കെ വേണ്ടാത്ത കയറ്റുന്ന ചില ആൾക്കാരുണ്ട് എന്ന് അവർ നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് പറഞ്ഞ മാതിരിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്, അവിടുത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ. അതിന് പ്രത്യേകം അതാ അങ്ങനെ ചെയ്യണമെന്ന് പറയലോ ചെയ്ത് കാണിച്ചു തരലോ ആവശ്യമില്ല. ഒറ്റ ഒരു ഹദീസും കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഒരു സഹാബത്ത് വരുന്നു, കംപ്ലൈന്റ് പറയുന്നു ഒരാളെ സംബന്ധിച്ച്. കംപ്ലൈന്റ് എന്താണ്? മസ്ജിദ് ഖുബായിലെ ഇമാമാണ് അദ്ദേഹം, ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഇമാമല്ല. പിന്നെ ഇങ്ങനെ ഉണ്ടല്ലോ, എല്ലാ മുജാഹിദിൻ്റെ പള്ളിയിലും ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ ഇമാമിങ്ങൾ. സുന്നികളെ പള്ളിയിലും, സുന്നികളെ പള്ളിയിൽ പിന്നെ പറയേണ്ടതുമില്ല. ഞാനെന്തേ മുജാഹിദിൻ്റെ പറയാൻ കാരണമെന്നറിയോ? ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ വേണ്ടി രണ്ട് ഉസ്താദുമാർ ഇരിക്കുമ്പോൾ ഒരു മുജാഹിദ് പറയാ, ഇങ്ങനെ പൈസക്ക് ഖുർആൻ ഓതുന്ന പരിപാടി വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇവർ നിസ്കരിക്കുമ്പോൾ ഇവർ ഇമാമത്തിക്കുന്നില്ലേ? ആ ഇമാമത്തിക്കുന്ന ആൾ ഖുർആൻ ഓതില്ലേ, ഫാത്തിഹ ഓതില്ലേ, അയാൾ സൂറത്ത് ഓതലില്ലേ? അത് പൈസക്കല്ലേ, കാരണം ശമ്പളം വാങ്ങുന്നില്ലേ? അപ്പോൾ ഖുർആൻ ഓതിയിട്ട് പൈസ കൂടാന്ന് ഇടയാ പറഞ്ഞത്. അങ്ങനെയാണ് ഇവർ ശമ്പളം വാങ്ങാൻ പാടും ഏതെങ്കിലും പള്ളിയിൽ ഇരിക്കട്ടെ. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് കംപ്ലൈന്റ് പറയുന്നു, ഈ മസ്ജിദ് ഖുബായിലെ ഇമാമ് എല്ലാ റക്കയത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതും, അതിൻ്റെ കൂടെ ഒരു ഖുൽ ഹുവല്ലാഹു അഹദും കൂടി ഓതും, 2 എണ്ണം.
അത് ഞങ്ങൾ പോയിട്ട് പറഞ്ഞ് നിർത്തി തരാൻ വേണ്ടി ഒന്ന് മതി. നബിതങ്ങൾ അങ്ങനെയല്ല ഒന്നല്ലേ ഓതല്, ഇതിനെ രണ്ട് ഒന്ന് നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനാണ് നിങ്ങൾ വേറെ ആൾ നോക്കിക്കോ, ഞാൻ തന്നെയാണോന്നുണ്ടോ, നിങ്ങൾ വേറെ ആൾ നിർത്തിക്കോ, ഞാനത് ഓതൽ ഈ എൻ്റെ പതിവാണ്, ഞാനത് നിർത്തൂല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിനോ 2 സൂറത്ത് ഓതണം? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടൊന്നുമില്ല. സഹാബത്ത് ആരെങ്കിലും കൊണ്ട് ഓതുന്നുണ്ടോ? അതുമില്ല. അദ്ദേഹം ഒരു സൂറത്തിൻ്റെ പുറം ഒരു ഖുൽ ഹുവല്ലാഹും കൂടി. നബിതങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നു, അന്വേഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ്? ഇന്നി ഉഹിബ്ബുഹാ, ഞാൻ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നു നബിയെ, സ്നേഹിച്ച് ചെയ്യാണ് നബിയെ. റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? അങ്ങനെ സ്നേഹിച്ചിട്ടൊന്നും ചെയ്യാനും പറ്റൂല, ഞാൻ പറയാതെ അല്ലെ ഞാൻ കാണിച്ചു തരാതെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാ മറുപടി അല്ല. ബുഖാരിയിലെ മറുപടി എന്താണ്? സഹീൽ ബുഖാരിയിലുള്ള മറുപടി, നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഹുബ്ബുക ഇയ്യാഹാ ഖലഖൽ ജന്ന, ആ സൂറത്തിനെ സ്നേഹിക്കൂ നിങ്ങൾ, ആ സ്നേഹം നിങ്ങളെ സ്വർഗത്തിൽ കടത്തിക്കഴിഞ്ഞു. ഓ സുഹൃത്തേ, എവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടുന്നുണ്ടോ, എവിടെ നബിദിന റാലി നല്ല നിലക്ക് നടത്തുന്നുണ്ടോ, എവിടെ മൗലിദ് ഓതുന്നുണ്ടോ, അതേത് ഇന്റർനാഷണൽ മീലാദാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സംഘടിപ്പിക്കുന്നുണ്ടോ, അതെല്ലാം ഇദ്ഹാറൻ ലിൽ മഹബ്ബത്തി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളോടുള്ള സ്നേഹ പ്രകടനത്തിന് വേണ്ടിയല്ലേ, നബിതങ്ങളോടുള്ള തഅദീമിന് വേണ്ടിയല്ലേ. ഈ ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിഷയത്തിൽ അതിങ്ങനെ ഓരോന്നും കാണിച്ച് മാതൃകയാക്കിയതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വല്ല ഖുർആനിലുമുണ്ടോ, വല്ല ഹദീസിലുമുണ്ടോ? വെറുതെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മത്തെ മുടക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറെ മുടക്കികളുണ്ട്, അതിലാരും പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വർഷവും വളരെ ഗംഭീരമായി നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ ജനിച്ചവരുടെ സന്തോഷ പ്രകടനം നടത്താൻ അള്ളാഹു നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾക്കും നമ്മുടെ സർവ്വ ആലിമീങ്ങൾക്കും സയ്യിദ് അലി ബാഫക്കി തങ്ങളടക്കം ബദ്രു സാദാത്ത് തങ്ങളടക്കം കുമ്പൂൽ സയ്യിദന്മാരടക്കം നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും എല്ലാ ഉലമാക്കൾക്കും നമ്മുടെ കൂടെ ഉറച്ചു നിന്ന് ദീനിൻ്റെ പ്രവർത്തനത്തിൽ ശക്തിപ്പെടുത്തുന്ന ഉമറാക്കൾക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYS-ൻ്റെയും SSF-ൻ്റെയും SMA-യുടെയും സുന്നി ജമിയത്തുൽ മുഅല്ലിമിൻ്റെയും എല്ലാ പ്രവർത്തകർക്കും വിദേശ രാജ്യങ്ങളിലുള്ള ICF-ൻ്റെയും RSC-യുടെയും KCF-ൻ്റെയും ഒക്കെ പ്രവർത്തകർക്കും നമ്മുടെ ദീനിനെ ശക്തിപ്പെടുത്തുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. മഹത്തായ മർക്കസ് സഖാഫത്തി സുന്നിയ ഈ പാവപ്പെട്ട ഞാനടക്കമുള്ള 10,000-കണക്കിന് ആളുകളെ ഇൽമിൻ്റെ വഴിയിലേക്ക് തിരിച്ച ആ മഹത്തായ മർക്കസ് സഖാഫത്തി സുന്നിയെയും അതുപോലെ കേരളത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു എല്ലാ ഖൈറും വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സിറാജ് പത്രത്തിൻ്റെ സബ് എഡിറ്റർ ജാഫർ അബ്ദുറഹീം വാഹനം ഇടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസിലാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ ആശുപത്രിയിൽ കിടക്കുന്ന ധാരാളം രോഗികളുണ്ട്, അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. മഹാനായ ശൈഖുനാ ഉസ്താദ് അവർക്ക് ഇനിയും ദീർഘകാലം ദീനിൻ്റെ ഖിദ്മത്തിൽ ഹിമ്മത്തോടുകൂടി ആരോഗ്യത്തോടെ നീ ദീർഘ ആയുസ് നൽകണം റഹ്മാനെ. സുഹൃത്തുക്കളെ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ വർഷമാണ്. സമസ്ത സെന്റിനറിയുടെ ഭാഗമായി ഈ ഒരു വർഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വർഷത്തിൻ്റെ അവസാനം കേരള യാത്രയാണ്. പഴയ കാലത്ത് നടന്നതുപോലെയുള്ള യാത്രയല്ല. കാരണം ഉസ്താദിന് അങ്ങനെ യാത്ര ചെയ്യാൻ ഇന്ന് കഴിയില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഓരോ ജില്ലയിലും ഗംഭീര പരിപാടികളായിരിക്കും. ആ പരിപാടികൾ വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. അതേപോലെ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിൻ്റെ പദ്ധതികളുമാണ്. അവിടെയെല്ലാം സജീവമായി നമ്മൾ ഉണ്ടാകണമെന്നും നമ്മുടെ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, എൻ്റെ കുട്ടിക്കാലത്ത് വിദേശ രാജ്യങ്ങളിലൊന്നും മൗലിദില്ല, അതൊക്കെ കേരളത്തിലെ മൗലിയാമാർ പൈസ ഇട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നായിരുന്നു പുത്തൻവാദികൾ പറയാറ്. ഇപ്പം അങ്ങനെ വിദേശത്തൊന്നും കൂട്ടത്തോടെ വരികയാണ് ഇവിടെ വന്ന് മൗലിദ് ഓതാൻ. അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ അതിനേക്കാൾ വലിയ ഗംഭീര മൗലിദ് കാണുകയാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ പഴയ കാലത്ത് നടന്ന സംഗതികളൊന്നും ഇപ്പം നടക്കൂല പുത്തൻവാദികൾക്ക്. കാരണം ഒട്ടാകെ ഓൺലൈനിൽ എല്ലാം കാണാൻ പറ്റുന്ന കാലമാണ്, ഒന്നും മൂടി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ ബേജാറാണ് പുത്തൻവാദികളെ കാര്യം.
കാര്യം. പക്ഷെ അവർക്ക് ബേജാറാകുമ്പോൾ അവർക്കെന്തോ പറ്റുമെന്ന് ബേജാറാകുന്ന വേറൊരു കൂട്ടരുണ്ട്. അള്ളാഹു അവരെ സെറിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തണം. അതിന് സജീവമായി നമ്മൾ പ്രവർത്തന രംഗത്തുണ്ടാകണം. അത് മാത്രമാണ് എപ്പോഴും പറയാനുള്ളത്. ഇപ്പോഴും പറയാനുള്ളത് നമ്മുടെ സജീവമായി ഉണ്ടാകണം. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ എത്ര പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്? അന്ന് നമുക്ക് കേരള മുസ്ലിം ജമാഅത്തില്ല, SYS ഇല്ല, SSF ഇല്ല, നമ്മുടെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെട്ടില്ല. അതുകൊണ്ട് നേരത്തെ മൗലിദ് കഴിച്ചിരുന്ന ഇന്നും ഇല്ലേ നോട്ടീസ്, മൊഹീദ്ദീൻ പള്ളിയിൽ മൗലിദ് കഴിച്ച നോട്ടീസ് നമ്മളെ കയ്യിലില്ലേ? ആ പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? ഷാദുലി പള്ളി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ കോഴിക്കോട് മാത്രമാണോ? കുറ്റ്യാടി പരിസരങ്ങളിൽ 11 മഹലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശബ്ദമില്ലാതെ നബിതങ്ങൾ ജനിച്ച വിവരം പോലും 70 കൊല്ലത്തോളം അവിടെ അറിയാറുണ്ടായിരുന്നില്ല. അതുപോലെ ഇടവണ്ണയിലും അതുപോലെ ബാലുശ്ശേരിയും നന്മണ്ടയിലും അങ്ങനെ എത്ര സ്ഥലങ്ങൾ. എന്തിനധികം പറയണം, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ദർസ് നടത്താൻ വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ദാറുൽ ഉലൂം വാഴക്കാട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട കോളേജിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് മദ്ഹ് പറയുന്നവർ ക്ലാസ് എടുക്കുന്ന സംഭവം ഉണ്ടായത് എങ്ങനെയാണ്? ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ ശക്തി ഇല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഭവിഷ്യത്തുകളാണ്. അതുകൊണ്ട് സംഘടന ശക്തിപ്പെടുത്തണം. സംഘടനയുടെ കീഴിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം. ഒരിക്കലും കൊന്ത്രൻ പല്ലുകൾ ഉണ്ടാകരുത്. അതുപോലെ തന്നെ മാറി നിൽക്കലുകൾ ഉണ്ടാകരുത്. സംഘടന കൊണ്ടെന്താ കാര്യം എന്നും ബിദ്അത്തുകാർ ചോദിക്കും, വ്യാജ തരീഖത്തുകാർ ചോദിക്കും. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് എന്നുകൂടി ഈ സമയത്തുണർത്തി നമ്മുടെ സംഘടന ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, വടകര മുഹമ്മദ് ആജി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അതിങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാർ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തുടങ്ങിയ എത്രയോ ഔലിയാക്കളാൽ ഇവിടെ അംഗീകരിക്കപ്പെട്ട സംഘടനയാണ് നമ്മുടെ സംഘടന. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം നമ്മൾ. ഏതെങ്കിലും ഒരു വ്യാജ തരീഖത്തുകാരൻ വന്നിട്ട് അവൻ്റെ കോപ്പിരാട്ടികൾക്കെതിരെ നമ്മുടെ ഉലമാക്കൾ ശബ്ദിക്കുമ്പോൾ സംഘടന ഉണ്ടായാൽ നമുക്ക് ആത്മീയത ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വരുമ്പോൾ അതൊക്കെ അങ്ങനെ പല കക്ഷികളും ശൈത്താനിൻ്റെ വഹ്യ് മുഖേന, ശൈത്താനിൻ്റെ ആജ്ഞ മുഖേന പലതും പറയും. അതിലൊന്നും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ പെട്ടുപോകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിൽ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളെല്ലാം ഇഖ്ലാസുള്ള അമലുകളാക്കണം റഹ്മാനെ. നിസ്കാരത്തിൽ ഖുശൂഇനെ തരണം റഹ്മാനെ. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമൽ, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഖദബ് തുടങ്ങിയ എല്ലാ രോഗങ്ങൾ ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഇസ്സത്തോടെ തൗഫീഖോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി റബ്ബേ നിന്റെ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ സേവനങ്ങളെല്ലാം അതിനുള്ള വഴിയായി നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ കൈവശം സമ്പാദ്യങ്ങളൊന്നുമില്ല. ഞങ്ങളെ സമ്പാദ്യം നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയലാണ്, നിന്റെ ഔലിയാക്കളെ മഹത്വം പറയലാണ്, നിന്റെ ഹബീബിന്റെ സ്ഥാനം പറയലാണ്. റബ്ബേ, ആ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ